നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 തീയതി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, അഴിമതി തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ള വിജിലൻസിന്റെ പുതിയ കർമ്മ പദ്ധതിയായ പ്രൊജക്ട് സീറോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ഇന്നലെ പ്രഖ്യാപിച്ചു. അഴിമതിയില്ലാതെ സേവനം ലഭ്യമാക്കുക എന്നത് ജനങ്ങളുടെ അവകാശമാണെന്ന ബോധ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ ദൃശ്യങ്ങളായി പകർത്തി വിജിലൻസിന്റെ ഔദ്യോഗിക പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന പൊതുജനങ്ങൾക്ക് 5000 രൂപ പാരിതോഷികം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിവരം നൽകുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥരെയും സർക്കാർ വെച്ചുപൊറുപ്പിക്കില്ല. 1969 വിജിലൻസ് മാനുവൽ കാലോചിതമായി പരിഷ്കരിക്കുമെന്നും മിന്നൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്നും അഴിമതിമുക്തമായ ഒരു കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജോലി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് PSC ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശ്വാസമായി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി വീണ്ടും നീട്ടി. മെയ് 25 മുതൽ ഓഗസ്റ്റ് 31 വരെ കാലാവധി അവസാനിക്കാനിരുന്ന 289 റാങ്ക് ലിസ്റ്റുകളാണ് നവംബർ 30 വരെ പ്രാബല്യത്തിൽ തുടരുമെന്ന് PSC അറിയിച്ചത്. വിവിധ റാങ്ക് ലിസ്റ്റുകളിലായി ഏകദേശം 30,000-ലധികം ഉദ്യോഗാർത്ഥികളാണ് നിയമനത്തിനായി കാത്തിരിക്കുന്നത്. കാലാവധി അവസാനിക്കാനിരിക്കെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് PSCയുടെ ഈ നിർണായക തീരുമാനം. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്നു. തുടർന്ന് വിഷയത്തിൽ സർക്കാർ ഇടപെടുകയും PSCക്ക് പ്രത്യേക ശുപാർശ നൽകുകയും ചെയ്തു. പുതിയ സർക്കാരിന്റെ ഈ നിർദ്ദേശത്തെ തുടർന്ന് തിങ്കളാഴ്ച ചേർന്ന PSC യോഗം ശുപാർശ അംഗീകരിക്കുകയായിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന് അപേക്ഷ നൽകാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ആവശ്യമില്ല. നേറ്റിവിറ്റിയും ജാതിയും തെളിയിക്കുന്നതിന് SSLC ബുക്ക് മാത്രം മതിയാകും. +1 ഏകജാലക പ്രവേശന മാർഗനിർദ്ദേശപ്രകാരം പ്രവേശന സമയത്ത് സർട്ടിഫിക്കറ്റുകളുടെ അസൽ കോപ്പികൾ ഹാജരാക്കിയാൽ മതിയാകും. സംവരണാനുകൂല്യങ്ങൾക്കുള്ള രേഖകൾ പ്രവേശനത്തിന് ശേഷം നൽകിയാലും മതി. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ കാലതാമസം നേരിടുന്നവർക്ക് അവ ഹാജരാക്കുന്നതിന് നിശ്ചിത സമയപരിധി അനുവദിക്കുന്നുണ്ട്. അതിനാൽ ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾക്കായി വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും കയറിയിറങ്ങേണ്ടതില്ല. 2021 ഒക്ടോബർ 7 ഇത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശ ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അപേക്ഷകന്റെ SSLC സർട്ടിഫിക്കറ്റിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ എന്നിവർ നൽകുന്ന സർട്ടിഫിക്കറ്റിന് പകരമുള്ള അടിസ്ഥാന രേഖയായി ഇത് പരിഗണിക്കുന്നതാണ്. വിദ്യാഭ്യാസ രേഖയിൽ മതം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. മാതാപിതാക്കൾ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അവരിൽ ഒരാളുടെ SSLC രേഖയിലുള്ള ജാതി തെളിവായി പരിഗണിക്കാം. അതേസമയം സംസ്ഥാനത്ത് +1 പ്രവേശനത്തിൽ അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ച് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. 9 ജില്ലകളിലാണ് സീറ്റ് കൂട്ടിയിട്ടുള്ളത്. ഇതിൽ 7 ജില്ലകളിലെ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 30%, 2 ജില്ലകളിൽ 20%വുമാണ് സീറ്റുകൾ വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് 30% മാർജിനൽ സീറ്റ് വർദ്ധിപ്പിച്ചത്. കൊല്ലം, തൃശൂർ ജില്ലകളിലെ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20% സീറ്റും വർദ്ധിപ്പിച്ചു. നേരത്തെ അനുവദിച്ചിരുന്ന 313 ബാച്ചുകൾ തുടരാനും അനുമതി നൽകിയിട്ടുണ്ട്. ജൂൺ 3 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനാവുക. SSLC പരീക്ഷയോ മറ്റു തുല്യതാ പരീക്ഷകളോ പാസ്സായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് അർഹതയുണ്ടായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ 2025-26 വർഷത്തെ വിവിധ ധനസഹായ പദ്ധതികളുടെ ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭവന പുനരുദ്ധാരണത്തിനുള്ള സാമ്പത്തിക സഹായം, കഴിഞ്ഞ വർഷം വിവാഹം കഴിഞ്ഞ പെൺമക്കളുടെ രക്ഷിതാക്കൾക്കുള്ള വിവാഹ ധനസഹായം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UG, PG, PhD തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ലിസ്റ്റുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ വിവരങ്ങൾ കാണാം. ഇതിനായി ഗൂഗിൾ ക്രോമിൽ KSWCFC എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് മെയ് മാസത്തെ 2000 രൂപ ക്ഷേമ പെൻഷൻ വിതരണം ബക്രീദ് പ്രമാണിച്ച് മെയ് 26 മുതൽ നേരത്തെ ആരംഭിച്ചു. പുതിയ UDF സർക്കാരിന്റെ ആദ്യ കടമെടുപ്പിനു ശേഷമേ പെൻഷൻ ലഭിക്കൂ എന്ന പ്രചാരണങ്ങൾ തള്ളിയാണ് ഈ വിതരണം.
സാങ്കേതിക കാരണങ്ങളാൽ അല്പം വൈകിയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് 300, 500, 200 രൂപയുടെ കുറവുണ്ടാകാം. ഇവരുടെ ബാക്കി തുക ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭിക്കും. 2 ദിവസത്തെ പൊതു അവധിക്ക് ശേഷം നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്കുള്ള വിതരണം വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ തുടങ്ങി ശനി, ഞായർ ദിവസങ്ങളിൽ സജീവമാവുകയും ജൂൺ 5 പൂർത്തിയാവുകയും ചെയ്യും. നിലവിൽ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് നൽകുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയോടെ വിതരണം ചെയ്യുന്നുവെന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത്. 1800 കോടി രൂപ ട്രഷറിയിൽ മാറ്റിവെച്ചതുകൊണ്ടാണ് പുതിയ സർക്കാർ പെൻഷൻ നൽകുന്നതെന്ന് LDF വാദിക്കുമ്പോൾ വെറും 300 കോടി രൂപ മതിയായിരുന്നിട്ടും മുൻ സർക്കാർ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകിയില്ല എന്നതാണ് വസ്തുത. എങ്കിലും ഈ പദ്ധതി ജൂൺ മുതൽ പുനഃസ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായി 2ാം ദിനവും ആശ്വാസ ഇടിവ്. ഇന്ന് ബുധനാഴ്ച മെയ് 27 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 14,510 രൂപയിലും പവന് 440 രൂപ കുറഞ്ഞ് 1,16,080 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുക. നാളെ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. Please subscribe our channel.